ബിഗ് ബോസ് താരവും സീരിയൽ സിനിമാ രംഗത്തുള്ള ആക്ട്രസ്സായ സജ്ന നൂർ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റുമായി വന്നിരിക്കുകയാണ്. വിഷയം മറ്റൊന്നുമല്ല, അവരുടെ ജീവിത കഥയെക്കുറിച്ചാണ്. അതായത് അവർ ഏകദേശം അവരുടെ ആഫ്റ്റർ ദ മാരേജ് ലൈഫ് അതിനെക്കുറിച്ചാണ് അവർ പറഞ്ഞു വന്നിരിക്കുന്നത്. നമ്മൾ എല്ലാവരും തന്നെ കണ്ടതായിരുന്നു കഴിഞ്ഞ ദിവസം ബ്രസീൽ പുകുതിയായിട്ട് ഈ നടി, അതായത് സജ്ന നൂർ ഒരു ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ കുറിച്ച് വിവാദമായിരുന്നു. അതായത് സജനയുടെ ഇപ്പോഴും പ്രസന്റില് നമ്മൾ നോക്കാൻ നേരത്തെ ഹസ്ബൻഡായിട്ട് ഇരിക്കുന്ന ഫിറോസ് ഖാൻ എന്ന് പറഞ്ഞ കർമ്മ 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 എന്ന് പറഞ്ഞിട്ട് സജനയെ എടുത്തിട്ട് വാരുന്നുണ്ടായിരുന്നു. അത് എല്ലാവരും ഏറ്റുപിടിച്ച് സജനയും ഈ റസൂൽ പൂക്കുറ്റി തമ്മിൽ വേറെ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇവർ തമ്മിൽ, അതായത് ഈ സജനയും ഈ പറയുന്ന ഫിറോസ് ഖാൻ തമ്മിൽ വേർപിരിഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ ന്യൂസ് വെച്ചെടുപ്പിച്ചിട്ട് പറയുന്നുണ്ടായിരുന്നു. നമുക്ക് ഇതുവരെയായിട്ടും ഇവരുടെ ലൈഫിൽ, അതായത് ഈ സജനയുടെയും ഈ ഫിറോസിന്റെയും ലൈഫിന്റെ ഇടയിൽ എന്താണ് സംഭവിച്ചത് നമുക്ക് ആർക്കും അറിഞ്ഞില്ല. ഞാൻ അതൊക്കെ കൊണ്ട് തന്നെയാണ് അവർ ഇതുവരെയായിട്ട് ഒരു വ്യക്തത നൽകാനായിട്ട് അവർ മുന്നോട്ട് വന്നിട്ടില്ല. അതൊക്കെ കൊണ്ട് തന്നെയാണ് ഞാൻ ഇതുവരെയായിട്ടും ഇതിനെക്കുറിച്ചൊരു വീഡിയോയും കാര്യങ്ങളൊന്നും ഇതുവരെയായിട്ടും പറയാനില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം ഈ പോസ്റ്റ് ഇട്ടതിന് ശേഷം സജ്ന നൂറിനുണ്ടായത് വൻ വിവാദമായിരുന്നു. കാരണം അവർ വിചാരിച്ച് അവർ കാരണം മറ്റൊരാളുടെ പേര് മോശമാകണ്ട എന്ന് വിചാരിച്ച് തന്നെ അവരിന്ന് മുൻപോട്ട് വന്നിരിക്കുകയാണ്. ഒരു സാലിസിന് നമുക്ക് ഈ ഫിറോസ് ഖാനും പറയേണ്ടി വരും. അതായത് സജന ഈ വീഡിയോസ് ഇട്ടിരിക്കുന്ന ഒരു 3 വീഡിയോസ് ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഫസ്റ്റ് വീഡിയോയിൽ പറയുന്നത്, അതായത് ഇതിൽ പറയുന്ന ഒരു സാരാംശം എന്നൊക്കെ നമുക്ക് പറയാൻ നേരത്തെ നമുക്ക് പറയേണ്ടി വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫിറോസ് ഖാൻ ഒരു എന്താ പറയുക ഭയങ്കരമായിട്ടും ഇവരെ മാനസികപരമായിട്ട് ഉപദ്രവിക്കുകയായിരുന്നാണ് പറയുന്നത്. അതായത് ബിഗ് ബോസിന് ശേഷം ഒരു 7 മാസം 8 മാസം കഴിഞ്ഞപ്പോഴും ഇവര് സെപ്പറേറ്റഡ് ആയിട്ട് ജീവിക്കാൻ തുടങ്ങി. എന്നിട്ട് ഡിവോഴ്സിന് കൊടുത്തിട്ട് ഇതുവരെയായിട്ടും ഇവര് ഡിവോഴ്സ് ആയിട്ടില്ല. കാരണം ഡിവോഴ്സിന്റെ ടൈം ആകുമ്പോഴത്തേക്കും ഫിറോസ് ഖാൻ ഹാജരാവില്ല. അതായത് ലീഗലി ഇവരും ഡിവോഴ്സ് ആയിട്ടില്ല. പിന്നീടാണ് ഇവര് തിരിച്ചറിയുന്നത് ഫിറോസ് ഖാൻ ആദ്യം ഒരു വിവാഹം കഴിച്ചിരുന്നു. ആ വിവാഹം കഴിച്ച സ്ത്രീക്ക് ഇതുവരെയായിട്ടും ഡിവോഴ്സ് നൽകിയിട്ടില്ല. അതായത് ഈ പറയുന്ന സജ്നയെ ഇല്ലീഗലായിട്ടാണ് ഫിറോസ് ഖാൻ വിവാഹം കഴിച്ചിരിക്കുന്നത്. ഫിറോസ് ഖാനെതിരെ പോക്സോ കേസ്, 17 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടിയുടെ പോക്സോ കേസ് വരെ പറഞ്ഞുകൊണ്ടാണ് സജന ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നിരിക്കുന്നത്. പക്ഷെ ആ കുട്ടിയുടെ നിർബന്ധ പ്രകാരമാണ് സജന ആ പെൺകുട്ടിയുടെ പേര് പറയാത്തതിന്റെ കാര്യം. എന്തായാലും നമുക്ക് അതൊന്ന് കേട്ടു നോക്കാം. ചെയ്തിട്ടുണ്ട്. എനിക്കൊരാള് ഒരു വിവരം പറഞ്ഞിട്ടുണ്ട്. അതിന്റെ സത്യാവസ്ഥ ഞാൻ വിളിച്ചു തിരക്കിയിട്ടുണ്ട്. പക്ഷെ അതൊരു മൈനർ കേസാണ്. ഒരു 17 വയസ്സ് സ്വന്തം മകളുടെ പ്രായമുള്ള ഒരു കുഞ്ഞിനെ ഒരു ഹോട്ടലിൽ കൊണ്ട് ഇവൻ ഉപയോഗിച്ചിട്ടുണ്ട്. ആ കുഞ്ഞിനെ പ്രേമം ഒന്ന് നടിച്ചിട്ട് ആ കുഞ്ഞിനെ ഭയങ്കരമായിട്ട് കൊച്ചു കുറെ ഗിഫ്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതിന്റെ പേരോ ഡീറ്റെയിലോ ഒന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. അതൊരു മൈനറാണ്. അത് എൻ്റെ റിക്വസ്റ്റ് ആണ്. എന്റെ പേരിൽ ഒരിക്കലും എന്റെ പേര് അതിർത്തിടല്ലേ. സത്യം കേട്ടിട്ട് ഞാൻ ഇതെല്ലാം പറഞ്ഞു പോകുന്നത്. എനിക്ക് അത് കഴിഞ്ഞിട്ടാണ് ഒരു മൈനർ കേസാണ്. ഒരു 17 വയസ്സ് സ്വന്തം മകളുടെ പ്രായമുള്ള ഒരു കുഞ്ഞിനെ ഒരു ഹോട്ടലിൽ കൊണ്ട് ഇവൻ കൊണ്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ആ കുഞ്ഞിനെ പ്രേമമെന്ന് പറഞ്ഞ് നടിച്ചിട്ട് ആ കുഞ്ഞിനെ ഭയങ്കരമായിട്ട് ആ കൊച്ചു കുറെ ഗിഫ്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതിന്റെ പേരോ ഡീറ്റെയിലോ ഒന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. അതൊരു മൈനറാണ്. അത് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ആണ്. എന്റെ പേരിൽ ഒരിക്കലും എന്റെ പേര് ഇതിനകത്ത് എടുത്തിടല്ലേ. എന്റെ പേരിനകത്ത് എനിക്ക് കല്യാണം കഴിക്കാനുള്ളതായി എനിക്ക് തെറ്റുപറ്റിപ്പോയതാ. ഒരിക്കലും ഞാൻ ആ കുഞ്ഞിനെ എന്റെ മകളെ പോലെ തന്നെ ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ഇവന്റെ കൂടെ ബാംഗ്ലൂര് ഇവൻ കഞ്ചാവ് അടിച്ച് നടന്ന് ആ പെൺകുട്ടിയും കൂടെ കഞ്ചാവ് അടിച്ച് ഇവൻ ഭയങ്കര ആർമാദിച്ച് അങ്ങനെ ഭയങ്കര രീതിയിൽ ഒരു ഹോട്ടൽ റൂം എടുത്ത് ഇതിന് അവള് യൂസ് ചെയ്തൊരു കാര്യമുണ്ട്. ഞാൻ അതേപോലെ തന്നെ ഒരു ഡോക്ടർ ഒരു ആയുർവേദ ഡോക്ടർകാരിയെ വിളിച്ചിട്ട് ഈ കൊച്ചിനെ ഇതേപോലെ മാരേജ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇയാൾ ഇത് ചെയ്യുന്നത്. മാരേജ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ഫിസിക്കൽ യൂസ് ചെയ്തതിനു ശേഷം അയാൾ തലയിലായെന്ന് അറിയുമ്പം ഇയാള് നൈറ്റ്സിന് അവരെയും തേച്ചു. അവരുമായിട്ട് ഇയാള് ഫിസിക്കൽ റിലേഷൻഷിപ്പിലായി. അയാള് ചതിച്ചു പോയ ആഫ്റ്റർ ഞങ്ങള് മാറി നിന്നതിന് ശേഷം ഇപ്പം വരെ ഞങ്ങൾ ഡിവോഴ്സ് ആയിട്ടില്ല. ഡിവോഴ്സ് ആവാനുള്ള കാരണം ഇയാൾ എനിക്ക് ഡിവോഴ്സ് തരുന്നതുമില്ല. ഇപ്പോൾ ഇല്ലീഗൽ മാരേജ് ആണ് ഇയാൾ എന്നെ ചെയ്തേക്കുന്നത്. അതെല്ലാം നിയമങ്ങളായിട്ട് നടക്കട്ടെ കാര്യങ്ങളെല്ലാം. അപ്പം
എന്തായാലും ഗുരുതര ആരോപണമായിട്ടാണ് സജന ഫിറോസിനെതിരെ വന്നിരിക്കുന്നത്. എന്തായാലും 17 വയസ്സെന്ന് പറയുമ്പോൾ പോക്സോ കേസാണ്. എന്തായാലും ഇതിനകത്ത് ഫിറോസ് കുടുങ്ങും. ഇദ്ദേഹത്തിന് പല സ്ത്രീകളായിട്ട് അവിഹിതവും കാര്യങ്ങളും ബന്ധപ്പാടും ഫിസിക്കൽ റിലേഷൻഷിപ്പും എല്ലാം ഉണ്ട്. ഉം. അതെല്ലാം അറിഞ്ഞു വെച്ചിട്ട് മിണ്ടാതെ പോയ ഒരാളാണ് ഈ സജന എന്ന് പറയുന്നത്. പക്ഷേ അതൊന്നും കാര്യമാകാതെ എന്നിട്ടും ഈ പെണ്ണിനെ, അതായത് ഈ സജനനെ വീണ്ടും ചൊറിഞ്ഞുകൊണ്ട് ചെന്നു. ഇത്രയും ചൊറിഞ്ഞ് ചെല്ലാൻ നേരത്തെ എങ്ങനെ പ്രതികരിക്കാതിരിക്കും? നമ്മുടെ കൺമുന്നില് ഒരു, അതായത് ഒരു വിവാഹമോചനം നേടാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ ഒന്നേരം ആ പെണ്ണിനൊരു അവിഹിതം അല്ലെങ്കിൽ ആ പുരുഷനൊരു അവിഹിതം അങ്ങനെ എന്തെങ്കിലും സീനായിട്ടായിരിക്കും നമ്മുടെ നാട്ടുകാരും പൊതുജനങ്ങളൊക്കെ ചിന്തിച്ച് കൂട്ടുന്നത്. ഇതിപ്പോൾ ഈ സജന ഈ റസൂൽ പൂക്കുറ്റിയുടെ കൂടെ ഒരു ഫോട്ടോ ഇട്ടതാണ് ഇത്രയും വലിയ വിവാദമായത്. അത് വിവാദമാക്കിയത് ഈ ഫിറോസ് ഖാൻ തന്നെയാണ്. ഇതില് ഈ സജനയുടെ, അതായത് ഈ പറയുന്ന ഇവരുടെ ഈ ലൈഫ് സ്റ്റോറി എന്ന് പറഞ്ഞ സംഭവം, അതായത് ആഫ്റ്റർ മാരേജിന് ശേഷമുള്ള ഈ ലൈഫ് സ്റ്റോറി എന്നൊരു സംഭവം കേൾക്കുമ്പോൾ നമുക്ക് ശരിക്കും ഇവരെന്തുമാത്രം പീഡനങ്ങൾ ഈ ഫിറോസ് ഖാന്റെ ഭാഗത്ത് നിന്ന് അനുഭവിച്ചിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. ഞാൻ ഈ ഫിറോസ് ഖാന്റെ പല അതായത് ബൈറ്റ്സും കേട്ടിട്ടുണ്ട്. പക്ഷെ ആ ബൈറ്റ്സ് ഒക്കെ എനിക്ക് ഇഷ്ടമായിരുന്നു. ഇപ്പൊ ഞാൻ ആലോചിക്കുകയാണ്, ഇയാൾക്ക് സത്യം പറഞ്ഞാൽ എന്താ മറ്റേ ചെന്നായിയുടെ മുഖം എന്നൊക്കെ പറയത്തില്ല, അതേപോലൊരു സംഭവമാണ് ഇയാൾക്ക് ഉള്ളത്. അതായത് പുറത്ത് മറ്റൊരു മുഖം, അകത്ത് വേറൊരു വികൃതമായ ഒരു സ്വഭാവം വെച്ച് നടക്കുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. എന്നുവെച്ചാൽ ആ പെണ്ണിനെ എന്തുമാത്രം ദ്രോഹിച്ചിട്ടുണ്ട്. അവർക്ക് ജീവിതമാർഗമായിട്ടുള്ള അവരുടെ ജീവിതമാർഗത്തെ തടയാനായിട്ട് ഇയാൾ എന്തുമാത്രം കളികൾ കളിച്ചിട്ടുണ്ട്. എന്തായാലും സജന മുന്നോട്ട് വന്നത് വളരെ നല്ല കാര്യമാണ്. കാര്യം വെച്ചാൽ എല്ലാവരും തന്നെ ഈ പറയുന്ന ഫിറോസ് ഖാൻ പറയുന്നതാണ് സത്യം. സജനയ്ക്ക് മറ്റ് പല ബന്ധങ്ങളും ഉണ്ട്. അതുകൊണ്ടാണ് സജന ഇങ്ങനെ വിവാഹമോചനത്തിനായിട്ട് നടക്കുന്നത് എന്നൊക്കെ വിചാരിച്ചിട്ടാണ് എല്ലാവരും തന്നെ ഇരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇട്ട ഫോട്ടോയും കൂടി ആയപ്പോഴത്തേനും ഈ പറയുന്ന ഫിറോസ് ഖാൻ അങ്ങനെ ഒരു സംഭവം കൂടി പറഞ്ഞ് വരുത്തി വെച്ചിട്ടുണ്ട്. അതായത് സജനയ്ക്ക് മോശഭാഗം ഫിറോസ് ഖാൻ ഈ പറയുന്ന സജനനെ ഓർത്ത് വിലപിച്ച് നടക്കുന്ന ഒരു ഭർത്താവായിട്ടുമാണ് നമ്മുടെ പൊതുജനത്തിന് മുന്നിലെത്തിയിരുന്നത്. പക്ഷെ അതെല്ലാം പൊളിച്ചടക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഈ സജന ഇവരുടെ ഈ സ്റ്റോറി പറഞ്ഞു വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ബിഗ് ബോസ് താരം, അതുപോലെ തന്നെ ബിഗ് ബോസ് താരമായ ഒരു സ്ത്രീയുമായിട്ട് ഇയാൾക്ക് ബന്ധമുണ്ടായിരുന്നുള്ള കാര്യങ്ങളൊക്കെ ഈ സജന ഇതിനകത്ത് പറയുന്നുണ്ട്. അതൊക്കെ എന്തായാലും ഇനി പുറത്തോട്ട് വരും എന്തൊക്കെ വന്നാലും. ഞാൻ ആലോചിക്കണം, ഈ ബിഗ് ബോസിൽ പോയി കഴിഞ്ഞാൽ എല്ലാവരും ഇങ്ങനെയൊക്കെ ഇപ്പൊ അതമ്പതിച്ച് പോകുന്നതിന്റെ കാര്യം എന്താണെന്ന്. എന്തിനൊക്കെ കൂടോത്രം ചെയ്ത് വെച്ചിട്ടുണ്ടോ ഈ ബിഗ് ബോസിനകത്ത് ഇതിന് മാത്രം ഇങ്ങനെ അതമ്പതിച്ച് പോകുന്നതിന്റെ കാര്യം എന്താണ്? എന്തായാലും സജനയുടെ ലൈഫിനെ കുറിച്ച് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഈ ഫിറോസിനെ കണ്ടുമുട്ടിയ രംഗങ്ങളെ കുറിച്ചൊക്കെ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് എന്തായാലും ഒന്ന് കേട്ട് നോക്കാം. എന്റെ ലൈഫിലോട്ട് വരുമ്പം എന്റെ കുഞ്ഞുണ്ട്, എന്റെ കുഞ്ഞിനെ പൊന്നുപോലെ നോക്കാം, സെക്കൻഡ് ഫാദർ ആണ്, പൊന്നുപോലെ നോക്കാം എന്ന് പറഞ്ഞു വന്ന വ്യക്തി ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് പയ്യെ എന്റെ കുഞ്ഞിനെ കാണാൻ വിടാൻ സമ്മതിക്കുന്നില്ല. ആദ്യത്തെ മാസം ആയതുകൊണ്ട് കുറച്ച് നാൾ എന്റെ വീട്ടുകാർ പറഞ്ഞു പുതുമുടി ആയതുകൊണ്ട് ഒന്ന് മാറ്റി നിർത്താം, കുഞ്ഞുങ്ങളെ ഞങ്ങൾ നോക്കാം, നിങ്ങൾ പോയി വന്ന് കണ്ടുകൊണ്ടിരിക്കും, കുറച്ച് കഴിയുമ്പോൾ നമ്മൾ കുഞ്ഞിനെ തന്നു വിടാന്ന് പറഞ്ഞു. ആദ്യത്തെ മാസം ആയപ്പോഴത്തേക്ക് കുറച്ച് കുഞ്ഞിനെ കാണാൻ പോകുന്നതും കുഞ്ഞിൻ്റെ അടുത്ത് സംസാരിക്കുന്നതും എല്ലാം പയ്യെ ഗ്യാപ്പ് ഇട്ടിട്ട് വരുന്നുണ്ട്. അപ്പൊ തന്നെ ഞങ്ങളുടെ ലൈഫിൽ തുടക്കത്തിൽ തന്നെ ഒരു ചെറിയൊരു പ്രശ്നം മുളച്ചു കഴിഞ്ഞു ഈ ഒരു പ്രശ്നത്തിൽ. എന്നിട്ടും ഞാൻ സഹിച്ചു നിന്നു. കാരണം സെക്കൻഡ് മാരേജ് അല്ലേ, നാട്ടുകാരറിഞ്ഞ എന്ത് ചെയ്യും, വീട്ടുകാരറിഞ്ഞ എന്ത് ചെയ്യും, ആൾക്കാരുടെ മുന്നിൽ ഞാൻ എന്താണ് ഇനി രണ്ടാമത്തെ മാരേജും അതും പ്രശ്നമായി എന്ന് പറയുന്നത് പേടിച്ച് തന്നെ സത്യം പറഞ്ഞാൽ പലതും മിണ്ടാതിരുന്നിട്ടുള്ളത്. അത് കുറെ കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്ക് 2 മാസമായപ്പോഴത്തേക്ക് പുള്ളിക്കാരന് ഞാനും എനിക്ക് പ്രഗ്നന്റ് ആയി. ആ സമയത്തും എനിക്ക് ഒട്ടും താല്പര്യം. എല്ലാവർക്കും പറ്റുന്ന ഒരു തെറ്റ് തന്നെയാണ്. നമുക്ക് ഉണ്ടാവുന്ന വിഷമങ്ങൾ എപ്പോഴും നമ്മൾ മറച്ചു പിടിക്കും. കാരണം നമ്മുടെ പാരന്റ്സിനോർത്ത് നാട്ടുകാരെന്ത് പറയുമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മളെല്ലാം മറച്ചു വെച്ചിട്ട് നമ്മൾ ജീവിക്കും. അങ്ങനെ ഒരു ജീവിതം ജീവിക്കാൻ നേരത്താണ് നമുക്ക് കൂടുതലും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അതേപോലത്തെ ഒരു സംഭവം തന്നെയാണ് ഇവിടെ സജനയെ ഫേസ് ചെയ്തിരിക്കുന്നത്. കാരണം ആദ്യത്തെ അതായത് ബന്ധത്തിലുണ്ടായ കുഞ്ഞിനെ ഇദ്ദേഹം അവോയ്ഡ് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും സജന അതിനെ പ്രതികരിച്ചില്ല. അതായത് നാട്ടുകാരെന്ത് പറയും, പാരന്റ്സ് എന്ത് പറയും, ആദ്യത്തെ കുടുംബം നശിച്ചു പോയി, ഇനിയിപ്പോ രണ്ടാമത്തെ കുടുംബം കൂടി അങ്ങനെ ആയിപ്പോയി കഴിഞ്ഞാൽ എല്ലാവരും എന്ത് പറയും എന്നൊരു തോന്നൽ സജനയിലുണ്ടായി. സജനയെ മിണ്ടാതിരുന്നു. ആ കേട്ടോക്കാം.
ചെയ്യാൻ പറ്റത്തില്ല. എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്ത് ഈ മോൻ ഉണ്ടായ സമയത്തെ, വയറ്റിലുണ്ടാകുന്ന സമയത്തെ ഈ പ്രശ്നങ്ങൾ മൊത്തവും കരച്ചിലും ബഹളം, രാത്രി പുതപ്പിട്ട് മൂടിയിട്ട് ഞാൻ ഇരുന്ന് കരയും. എന്റെ കുഞ്ഞിനെ കാണാൻ പറ്റുന്നില്ലല്ലോ, എന്റെ കുഞ്ഞിനെ വിളിക്കാൻ പറ്റുന്നില്ലല്ലോ. എന്റെ വീട്ടുകാരെന്ന് വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയായിരുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരു വല്ലാത്തൊരവസ്ഥ. ഇതെല്ലാം അനുഭവിക്കുന്നവർക്കേ ഈ സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ചിലപ്പോൾ തെറ്റ് പറയും, നീ എന്തിനാ ഈ രണ്ടാമത് മാരേജ് ചെയ്യാൻ പോയി ഒരു മോളെ വെച്ചിട്ട്. ശരിയാണ്, അത് നമ്മൾ ആ പ്രായത്തിൽ ചിന്തിക്കത്തില്ല. പല തെറ്റുകളും പല കമന്റുകളും ഇനി വരുമായിരിക്കും. പക്ഷെ ഈ സിറ്റുവേഷനിൽ പോകുന്ന ഒരു വ്യക്തികൾക്ക് മാത്രമേ ഈ ലൈഫ് എന്താണെന്നും ഇതെന്താണെന്നും മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അതിൽ കൂടെ പോവാത്ത ആൾക്കാർക്കെല്ലാം ഇത് ചിലപ്പോൾ തെറ്റായിട്ട് തന്നെ തോന്നും. അങ്ങനെ കുറെ സ്ട്രഗിൾ ചെയ്ത് അത് കഴിഞ്ഞ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് എന്താ പറയണ, ഭയങ്കരമായ അവസ്ഥയല്ലേ ഇവര് അനുഭവിച്ചു പോയിരിക്കുന്ന ഒരവസ്ഥ എന്ന് പറയാൻ നേരത്തെ. എന്താ പറയപ്പാ, നമുക്ക് തന്നെ ഇവരുടെ സിറ്റുവേഷൻ ഒന്ന് ഫീൽ ചെയ്ത് നോക്കിക്കേ. ആദ്യം ഒരു വിവാഹം കഴിച്ചു, ആ വിവാഹം ശരിയായില്ല. രണ്ടാമതൊരു വിവാഹം കഴിച്ചു, ആ വിവാഹത്തിൽ ഇവരിങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടായിരുന്നു. അതും 2 കൈക്കുഞ്ഞുങ്ങൾ, ചെറിയ പ്രായമുള്ള 2 കൈക്കുഞ്ഞുങ്ങൾ. ആ 2 കൈക്കുഞ്ഞുങ്ങളെ വെച്ചിട്ടാണ് അതായത് ഇവരുടെ വർത്തമാനത്തിൽ നമുക്ക് മനസ്സിലാക്കാം ഇവരുടെ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു സ്ത്രീയാണെന്നുള്ള കാര്യം, അല്ലെ നല്ലൊരു അമ്മയാണെന്നുള്ള കാര്യം നമുക്ക് ഇവർ പറയുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇവരിത്രയും അനുഭവിച്ചിട്ടാണ് ഇവർ ലൈഫിലൂടെ കടന്നു പോയിരിക്കുന്നത്. എന്നിട്ടാണ് ഇദ്ദേഹം വീണ്ടും വീണ്ടും ഇവരെ ഇങ്ങനെ ഉപദ്രവിച്ചിട്ട്, അതായത് ഒരു ഒരു ശവത്തിനിട്ട് കുത്തുന്ന കൂട്ട് ഇങ്ങനെ ഇട്ട് കുത്തി 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 കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ സോഷ്യൽ മീഡിയയിലാണെങ്കിൽ സോഷ്യൽ മീഡിയയിലാണെങ്കിൽ പോലും ഇവരെ കുറിച്ച് മോശമായ അഭിപ്രായം ഉണ്ടാക്കിയെടുക്കുന്നു. അങ്ങനെ പലതും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു ഭാര്യ ഭർത്താവിന്റെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ കണ്ടുപിടിക്കുമ്പോൾ ഉണ്ടാവുന്ന റിയാക്ഷനാണ് അവർ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഈ കാര്യങ്ങളൊന്നും ഇവർ ഇത്രയും കൊല്ലങ്ങളായിട്ട് ഇവർ പുറത്തോട്ട് പറഞ്ഞിട്ടില്ല. എന്നിട്ട് ഇവര് പറഞ്ഞതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ അത്രയും മോശമായിട്ട് ഇദ്ദേഹം ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഇന്നിപ്പോ ഇവരിതിനെ മറുപടി ആയിട്ട് വന്നിരിക്കുന്നത്. പക്ഷെ ഇപ്പോൾ ഈ വീഡിയോസ് ഒന്നും ഇവരുടെ അക്കൗണ്ടിൽ നിന്ന് റിമൂവ് ആക്കിയിട്ടുണ്ട്. മറ്റേ ഇവരൊരു 3rd വീഡിയോയിൽ പറഞ്ഞ ജിഷിനൊക്കെ ഇയാള് മറ്റൊരു സ്ത്രീയുമായിട്ട് ലിപ് ലോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സീൻ ഡയറക്റ്റ് അതായത് ഇവര് കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവരുടെ കൂടെ അന്നുണ്ടായ ആ ക്രൂരുണ്ടായ കുറച്ച് ആൾക്കാരും കൂടി നേരിട്ട് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇവര് പറയുന്നുണ്ട് ബാക്കി ജിഷൻ, പ്രമോദ് എന്ന് പറയുന്നവരൊക്കെ തുറന്നു പറയൂ എന്നുള്ള കാര്യം ഇവർക്ക് അറിയില്ല. പക്ഷെ നടന്ന സംഭവമാണ് ഇതൊക്കെ. ഇവരത് ഇത്ര വിത്ത് എവിഡൻസ് ആയിട്ടാണ് പറയുന്നത്. ആ ക്രൂരുണ്ടായ എല്ലാവർക്കും തന്നെ അറിയാം, ഇവരും കണ്ടതാണ്. അത്രയും ഒരു ബാഡ് സിറ്റുവേഷൻസിലൂടെ കടന്നു വന്ന ഒരു സ്ത്രീയാണ് ഇവരെ കുറിച്ചാണ് ഇയാൾ ഇത്രയും മോശമായിട്ട്, അതായത് എല്ലാ തെറ്റുകളും ചെയ്തു കൂട്ടിയത് ഇങ്ങേര് വന്നിട്ട് തെറ്റുകൾ മുഴുവൻ ഈ ഭാര്യയുടെ ഭാഗത്തേക്കുമാണ് ഇയാൾ എപ്പോഴും കൊണ്ടാക്കിയത്. അതേപോലെ തന്നെ ആദ്യ ഭാര്യ ഇരിക്കവേ ആണ് ഇവരെ 2ാം വിവാഹം കഴിക്കുന്നത്. അവർക്കും ഇതുപോലെ തന്നെ സിറ്റുവേഷൻ കൊണ്ടാണ് ആദ്യ ഭാര്യ കടന്നു പോയിരിക്കുന്നത്. എന്തായാലും സജിന ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. വിത്ത് എവിഡൻസ് ആയിട്ടാണ് സജിനയുടെ ഉള്ളത് ഇയാളുടെ എല്ലാ പോക്കൃത്തരങ്ങളും. ഈവൻ ആ പോക്സോ കേസ് 17 വയസ്സുള്ള പെൺകുട്ടിയുടെ കേസ് വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര വലിയ സീനാവും. ഈ പറയുന്ന ഫിറോസ് ഖാൻ നല്ല ഊരാ കൊടുത്ത് തന്നെ ആയിരിക്കും ആ കേസിൽ കിട്ടാൻ പോകുന്നത്. എന്തായാലും നമുക്ക് വിത്ത് എവിഡൻസ് ആയിട്ടാണ് സജിന വന്നിരിക്കുന്നത്. എന്തായാലും ഇതിന്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്കിനി വരും ദിവസങ്ങളിൽ കാണാം.